നമസ്കാരം കേരള വിഷൻ പ്രേക്ഷകരെ ഏവരെയും ഇന്നത്തെ ഈ വിജയവേദി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തില് ഡയമണ്ട് സിറ്റി എന്ന് പറയുന്ന നഗരമാണ് സൂറത്ത്. സൂറത്ത് ഈ സിറ്റി നോട്ട് ഓൺലി ഫേമസ് ഫോർ ഡയമണ്ട്, ഇറ്റ് ഈസ് ഫേമസ് ഫോർ ടെക്സ്റ്റൈൽസ്. അത് മാത്രമല്ല ഇവിടെ എഞ്ചിനീയറിംഗ് വർക്ക്സ് കാണുന്ന സ്ഥലം മുഴുവനും എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസ് ഉണ്ട്, മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻസ് ഉണ്ട്, ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ എന്ന് തന്നെ അല്ലാതെ ഇവിടെ വേറൊരു ഫേമസ് വിഷയം കൂടിയുണ്ട്. അതാണ് നമ്മുടെ മലയാളികൾ. ഇവിടെ ജീവിക്കുന്ന മലയാളികൾ വളരെ നല്ലവരായ മലയാളികൾ, അധ്വാനിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരുടെ ജീവിതം ഇന്ന് നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്ത് നഗരത്തിൽ. അങ്ങനെ ഒരു നല്ലൊരു മലയാളിയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം എപ്പോഴും ഹാർഡ് വർക്കിൽ വിശ്വസിക്കുന്ന ഒരു മലയാളിയും കൂടിയിട്ടാണ്. സോ നമ്മുടെ കേരളത്തിന്റെ സാഹചര്യങ്ങൾ, നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ പൊളിറ്റിക്സ് നമ്മുടെ മലയാളികൾക്ക് ശരിക്കും ഒരു ശാപമായിട്ട് മാറിക്കൊണ്ടുവരുന്ന ഈ വേളയിൽ മലയാളികൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ച് എപ്പോഴാ വരിക എന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മനസ്സുകൾ പുറത്ത് ഒത്തിരി പേര് തന്നെയുണ്ട്. അങ്ങനത്തെ ഒരു മനസ്സാണ് മിസ്റ്റർ CV ജോയുടേത്. അദ്ദേഹം ഹിന്ദുസ്ഥാൻ ഗിയർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സിന്റെ പ്രൊപ്രൈറ്ററാണ്. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ അതിഥിയായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സാറിന്റെ കാഴ്ചപ്പാടിൽ സൂറത്ത് അല്ലെങ്കിൽ ഗുജറാത്ത് എങ്ങനെയാണ്? എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് സ്വർഗമാണ്. കാരണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാട് വിട്ട് വന്ന ഒരു വ്യക്തിന് ഒന്നുമില്ലാതെ വന്ന് സൂറത്തിലെങ്ങനെ ഇറങ്ങിപ്പോയി. അവിടെ നിന്നാണ് ഞാനിവിടെ നിന്നു ജോലി പഠിച്ചു. പ്ലസ് എൻ്റെ കൂടെ നിന്ന് ഒരു 28 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് എൻ്റെ കമ്പനിയിൽ. അഭിമാനം തോന്നുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. ഒരു 0 തുടങ്ങിയ ഒരു മനുഷ്യൻ ഒരു 27 പേര് അല്ലെങ്കിൽ 28 പേർക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. 28 ഗുണിത 4 അവരുടെ വീട്ടിലും 4 പേര് കൂടി എൻ്റെ ശരിയാണ്. ഒരു 28 ഫാമിലീസിനെയാണ് ഫീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ വന്നതില് എനിക്ക് ഇത്ര കൊടുക്കാൻ പറ്റി, അതുപോലെ മറ്റുള്ള ആൾക്കാരും കൊടുക്കുക. പിന്നെ നാട്ടിലെ എവിടെയാണ് സ്ഥലം? എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂര് ആമ്പല്ലൂർ എന്ന് പറയും. ആമ്പല്ലൂരിൽ നിന്ന് വരാക്കര എന്ന് പറയും. വരാക്കര. തൃശ്ശൂരിൽ നിന്ന് ഗുജറാത്ത് എത്തിയത് എങ്ങനെയാണ്? എങ്ങനെ എത്തിയെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ ഇവിടെ വന്നു, ഇവിടെ സൂറത്തിൽ ഇറങ്ങി. എങ്ങോട്ടോ പോകുന്ന വഴിക്ക് സൂറത്തിൽ ഇറങ്ങി. അതാണ് ഇവിടെ എത്തിയതിന്റെ ഒരു സാഹചര്യം. പിന്നെ വീട്ടില് അച്ഛനൊക്കെ എന്തായിരുന്നു? അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 സിസ്റ്റർമാരുണ്ട്. അച്ഛൻ എന്തായിരുന്നു ജോലി?
അച്ഛന് ഓടുണ്ടാക്കണത് നമ്മുടെ നാട്ടില് ഓടുണ്ടാക്കുക. അമ്മയും അവിടെ തന്നെയായിരുന്നു ജോലി ചെയ്യുന്നത്. കുടുംബത്തിന്റെ സ്ഥിതി എങ്ങനെയായിരുന്നു ചെറുപ്പകാലത്ത്? ചെറുപ്പകാലത്ത് നമ്മുടെ വീട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോണ്ടാവുന്ന ഒരു വീടാണ്. അപ്പൊ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിച്ചിട്ടില്ല? തീർച്ചയായിട്ടും അനുഭവിച്ച് ഇവിടെ വന്നിട്ടാണ് ജീവിതം പഠിക്കുന്നത്. ഇവിടെ വന്നിട്ടാണ് ജീവിതം പഠിക്കുന്നത്. എങ്ങനെയോ എവിടെയോ ചെല്ലുന്ന നിങ്ങൾ ഗുജറാത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞു. ഇറങ്ങിയ സ്ഥലം ഏതായിരുന്നു? സൂറത്ത് തന്നെയായിരുന്നു. സൂറത്തിൽ ഇറങ്ങിയ ആ കാലഘട്ടത്തിൽ അന്ന് ഈ വ്യക്തിക്ക് എത്ര ഉണ്ടായിരുന്നു പ്രായം? എനിക്ക് 16 വയസ്സ്. 16 വയസ്സിൽ ഒരു പയ്യനാണ്. ആ ഒരു പയ്യൻ നാട് വിടേണ്ട സാഹചര്യം എന്താണെന്ന് നമുക്ക് നമ്മുടെ പ്രേക്ഷകർ ആകർഷമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തായിരുന്നു സാഹചര്യം, നാട് വിടാനുള്ള സാഹചര്യം? എൻ്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു സൂറത്തില്. അവൻ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ജോലി പഠിച്ചു തരാം. ആ ഒരു ഇതിൽ ഞാൻ ഇവിടെ എത്തി. ഓക്കെ, കൂട്ടുകാരനെ വിശ്വസിച്ചിട്ടാണ് നാട് വിടുന്നത്. അതെ, കൂട്ടുകാരന്റെ അഡ്രസ് ഒന്നും എൻ്റെ ഉണ്ടായിരുന്നില്ല. എങ്ങനെയും ഞാൻ ഇവിടെ വന്നു, എത്തിപ്പെട്ടു. പിന്നെ ഈ 16 വയസ്സില് കുഴപ്പമില്ലാത്ത ഒരു കുടുംബത്തിൽ വളർന്ന നിങ്ങൾ എന്തിനാണ് 16 വയസ്സിൽ തന്നെ ജോലി എടുക്കണമെന്ന് തീരുമാനിച്ചത്? എൻ്റെ കൂട്ടുകാരൻ ഞാനും ഒരേ പ്രായക്കാരായിരുന്നു. അവൻ ഇവിടെ വന്ന് ജോലി ചെയ്യണം, പൈസ ഉണ്ടാക്കണം. അപ്പൊ എനിക്കും തോന്നി ഇവിടെ പൈസ ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ചിന്ത വന്നു, അതുകൊണ്ട് വന്നു. ഏത് വർഷമായിരുന്നു നിങ്ങൾ ഇവിടെ വന്നത്? 1988. സോ 88 ഒരു 16 വയസ്സുകാരന് സൂറത്ത് എങ്ങനെയായിരുന്നു ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നാട് വിട്ട് വരുമ്പോ വെറും ഒരു വെള്ളം കൊണ്ട് എടുത്താണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് സൂറത്തില് എല്ലാവരും പാന്റും ഷർട്ടും ഇട്ടാ നടക്കണെന്നുള്ള ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി. പിന്നെ നിങ്ങൾ മാറ്റിയോ മുണ്ട് കൊടുക്കുന്ന ആ ഒരു കൾച്ചറിന്ന് പാന്റിലേക്ക് മാറി? ഇങ്ങനെ ഇവിടെ കുറച്ച് മലയാളികളൊക്കെ പരിചയപ്പെട്ടു. അവര് തന്ന ഒരു പാന്റും ഷർട്ടും ഇട്ടാണ് ജോലിക്ക് പോയത്.